ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഊട്ടിയിലെ മെയിനായിട്ടുള്ള ഒരു ഫ്ലവർ ഗാർഡനിലാണ് നിൽക്കുന്നത്. സംഭവം ഞാൻ ഗാർഡനിലേക്ക് കയറുന്ന രംഗമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാന്ന് എനിക്കറിയത്തില്ല. വലിയ ഗാർഡൻ വെച്ച് കഴിഞ്ഞാൽ വലിയ ഗാർഡനാണ്. ഒരേ ബോൾസും ഒക്കെ വെറൈറ്റി കളർ. എങ്ങോട്ട് പോകണം, എവിടെ പോകണമെന്ന് എനിക്ക് ഒരു എന്താ പറയുക ഐഡിയ കിട്ടുന്നില്ല. അത്രയ്ക്ക് ഫ്ലവറാണ്. ഫുൾ ഫ്ലവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഓർക്കിഡ്, ആന്തോറിയം, എന്തൊക്കെയുണ്ടോ അതൊക്കെ പലവിധം. പിന്നെ അധികം പറയേണ്ട ആവശ്യം തന്നെയില്ല, നമുക്ക് മനസ്സിലാക്കാമല്ലോ. അവിടെ കുറച്ച് തണുപ്പ് കൂടുതലുള്ള കാരണം നമ്മുടെ ഇവിടെ അധികം പിടിക്കാത്ത ചെടികൾ വരെ അവിടെ പിടിക്കും. എനിക്ക് ഏറ്റവും എൻ്റെ കണ്ണ് തള്ളിപ്പോയത് നമ്മുടെ ബോൾസത്തിൻ്റെയൊക്കെ ഒരേ വെറൈറ്റീസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ നാട്ടിൽ നമ്മുടെ ഇവിടെ ഉണ്ടാവുന്നേക്കാളും നല്ല വലുപ്പവും നല്ല കളേഴ്സും ഒക്കെ. എനിക്ക് സംഭവം ഞാൻ എങ്ങോട്ടൊക്കെ പോകണം, ഇങ്ങോട്ടൊക്കെ തിരിയണം എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പം കുറച്ച് നേരം എൻ്റെ മകൻ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ വാങ്ങിച്ച് ഞാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ എടുത്തു. കണ്ടോ എന്തൊക്കെ. നമുക്ക് ചെടീനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് നോക്കുക. അവിടെ നനച്ചു കൊടുക്കുമ്പോൾ എൻ്റെ മോൻ അവിടെ നിന്നിട്ട് നോക്കുന്നതാണ് കേട്ടോ ഇത്. എന്തൊക്കെ വെറൈറ്റീസാണോ. ബോൾസും കണ്ടോ എത്ര കളറാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി കളർ, അതുപോലെ നല്ല വലിപ്പമുള്ള പൂവുകൾ. പിന്നെ എനിക്കതിന് ഈ വയനാട്, ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ ഇങ്ങനെയൊക്കെ കുറച്ച് തണുപ്പ് കൂടുതലുള്ള ഭാഗങ്ങളിലാട്ടോ ഞാൻ ഇങ്ങനത്തെ പൂ ഒന്നോടെ മെയിനായിട്ട് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ഇവിടത്തെക്കാളും പൂവിനൊക്കെ ഒന്നോടെ ഒരു വലിപ്പമുണ്ട്. ഇതൊക്കെ എന്താ പൂവെന്ന് എനിക്ക് കറക്റ്റായിട്ട് പേരറിയത്തില്ല. അപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന പൂക്കളൊക്കെ ഏത് തരം ഏത് പൂവാണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ അറിയാവുന്നവർ ഇന്ന പൂ ഈ പേരാന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഓർക്കിഡുകൾ കണ്ടോ, ഭയങ്കര ഓർക്കിഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വെറൈറ്റീസാണ്. പൂ ഇങ്ങനെ ഓർക്കിഡിൻ്റെയൊക്കെ ഒരേ കോലം നിൽക്കണ കണ്ടാണ് നമ്മുടെ ബോധം പോവും. അത്രയ്ക്ക് അത്യാവശ്യം എന്താ പറയുന്നത് വലിപ്പമുണ്ട്. പിന്നെ ഇങ്ങനെ ജറബറ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഇതൊക്കെ ഇതിൻ്റെ പേര് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഒന്നിൻ്റെയും ഒരു ഐഡിയ കിട്ടുന്നില്ല പേര് പറയുന്നത്. അപ്പം നിങ്ങൾ തന്നെ ഇടണം. അപ്പോൾ ഊട്ടി പോകുന്നവർ എന്തായാലും നമ്മുടെ ഈ ഫ്ലവർ ഗാർഡനിൽ കയറണം. അത്രയ്ക്ക് ഫ്ലവറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ചെറുതായിട്ട് തോന്നുകയാണ്, പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പത്തിലും നല്ല സ്പേസ് ഉണ്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ. കാണാത്തവർ എന്തായാലും മെയിനായിട്ട് ഇത് കാണുക തന്നെ ചെയ്യണം. ഫുള്ളായിട്ട് എന്താ പറയുന്ന അത്രയ്ക്ക് ചെടി നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഏരിയ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ ഏരിയയിലൊക്കെ എത്ര തരം ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ തന്നെ വാക്കുകളില്ല. അപ്പോൾ ഊട്ടി വരുന്നവർ ഉറപ്പായിട്ടും ഫ്ലവർ ഗാർഡനിൽ കയറണം. മീനു.